നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലിംഗ്ഷോട്ട് എന്ന് പറഞ്ഞൊരു വാലറ്റിൻ്റെ എയർ ഡ്രോപ്പ്, ഫ്രാക്ഷണൽ NFT എയർ ഡ്രോപ്പിൻ്റെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇത്ര പേരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ മിസ്റ്ററി ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഫ്രാക്ഷണൽ NFTs നമുക്ക് കുറച്ചടിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ബിറ്റ്കോയിൻ്റെ ഗിവ് അവേയും ഉണ്ടായിരുന്നു. അപ്പോൾ ബിറ്റ്കോയിൻ്റെ എന്തായെന്ന് അറിയില്ല, പക്ഷേ ആ ഫ്രാക്ഷണൽ NFTs, ആ കിട്ടിയ ഫ്രാക്ഷണൽ NFTs ഇപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. 24-ാം തീയതിയാണ് വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എൻജോയ് ടോക്ക് വിത്ത് എനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജിമെയിലിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾ ഏത് ജിമെയിൽ വെച്ചിട്ടാണോ അന്ന് ചെയ്തത് ആ ജിമെയിലിൽ നിങ്ങൾ സ്ലിംഗ്ഷോട്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസിലായിരിക്കും മിക്കവാറും കാണുന്നത്. പ്രൊമോഷൻസിൽ സ്ലിംഗ്ഷോട്ടിൻ്റെ മെയിൽ വന്നിട്ടുണ്ടാവും. അതിൽ ക്ലെയിം യുവർ ഫ്രാക്ഷണൽ NFT റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ടാവും. ഏത് ഇമെയിൽ വെച്ചിട്ടാണ് ചെയ്തത് അതിൽ നിങ്ങൾ സ്ലിംഗ്ഷോട്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് സ്ലിംഗ്ഷോട്ടിൻ്റെ മെയിൽ വന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ക്ലെയിം നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താണ് ക്ലെയിം ചെയ്യേണ്ടത്. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിംഗ്ഷോട്ടിൻ്റെ വാലറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ iOS-ലും Android-ലും ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ലേറ്റസ്റ്റ് വേർഷൻ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വാലറ്റ് കിട്ടും. ആ വാലറ്റിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സീഡ് ഫ്രേസ് സേഫ് ആക്കിയിട്ട് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ സീഡ് ഫ്രേസ് സേഫാക്കി സേവ് ചെയ്ത് വയ്ക്കുക, ബാക്കപ്പ് ചെയ്ത് വയ്ക്കുക. ഇത്രയാണ് സ്റ്റെപ്പുകളുള്ളത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ വാലറ്റ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ഞാൻ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് റിവാർഡ്സിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിലിപ്പോൾ കാണുന്ന കൂട്ടുള്ള ഈ റിവാർഡ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലെയിം ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് അടിച്ച് വിടുക ആദ്യമേ തന്നെ. അത് സ്കിപ്പ് അടിച്ച് വിട്ടതിന് ശേഷം നമുക്കിവിടെ മുകളിലായിട്ട് ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്താണ് ഈ സെക്ഷനിലായിട്ട് ബാക്കപ്പ് യുവർ സീഡ് ഫ്രേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സീഡ് ഫ്രേസ് ബാക്കപ്പ് ചെയ്ത് സേഫായിട്ട് ആർക്കും കൊടുക്കാത്ത രീതിയിൽ, ആർക്കും കിട്ടാത്ത രീതിയിൽ മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ ജിമെയിലിലോട്ട് പോവുക. നമുക്ക് ക്ലെയിം ചെയ്യുന്ന സ്റ്റെപ്പാണ് നോക്കേണ്ടത്. ജിമെയിലിലോട്ട് പോവുക. ജിമെയിലിലോട്ട് പോയതിന് ശേഷം നമ്മൾ ആ മെയിലിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ക്ലെയിം നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലൊരു ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അത് സ്ലിംഗ്ഷോട്ടിലോട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓപ്പൺ അടിക്കാം. ഓപ്പൺ അടിച്ച് കഴിയുമ്പോൾ ഇവിടെ എനിക്ക് മൂൺബേഡിൻ്റെ ഫ്രാക്ഷണൽ NFT എനിക്ക് 7 ഫാൻഡയുടെ 164 MFERൻ്റെ 82 പിന്നെ ഡൂഡിലിൻ്റെ 19 പിന്നെ വാസിയുടെ 168. അപ്പോൾ ഞാൻ സെലക്ട് വാലറ്റ് ടു റിസീവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വാലറ്റ് 1 കൊടുക്കുകയാണ്. വാലറ്റ് 1 കൊടുത്തിട്ട് ക്ലെയിം റിവാർഡ് അടിക്കുകയാണ്. ഇപ്പോൾ ഗ്യാസ് ഫീസ് എല്ലാം അവർ തന്നെ എടുത്തോളും. അപ്പോൾ ക്ലെയിം റിവാർഡ് എന്നുള്ള അടിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മുടെ ആ ഒരു വാലറ്റിലായിട്ട് നമ്മുടെ ഈ ഫ്രാക്ഷണൽ NFTs വന്നിട്ടുണ്ടാവും. ചെക്ക് യുവർ അക്കൗണ്ട് ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ടു വ്യൂ റിവാർഡ്സ്, നോ ഗ്യാസ് യൂസ്ഡ്, ഫിനിഷ് അടിക്കുക. അപ്പോൾ ഇത്തിരി സമയം കൊണ്ട് നമ്മുടെ വാലറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ആ റിവാർഡ് കിട്ടിയ ഫ്രാക്ഷണൽ NFTs നമുക്ക് കാണാൻ പറ്റും. റീഫ്രഷ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ $2 സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര എണ്ണം കാണിക്കണം നോട്ടെ. 168 $168.78 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ NFTൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫാൻഡ എന്ന് പറയുന്ന NFT ഉണ്ട്, ഓൾറെഡി ഉള്ള NFT ആണ്. ഈ MFER എന്ന് പറയുന്ന NFT ഉണ്ട്. പിന്നെ ഡൂഡിൽ എന്ന് പറഞ്ഞ NFT ഉണ്ട്. മൂൺബേഡ് എന്ന് പറഞ്ഞ NFT ഒക്കെ ശരിക്കും ഉള്ളതാണ്. ഓപ്പൺ സീയിൽ നിങ്ങൾക്ക് ഇതേറിയത്തിൻ്റെ NFTസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ ചെറിയൊരു ഫ്രാക്ഷനാണ് നമുക്ക് കിട്ടിയത്. അതായത് അതിൻ്റെ പൈസ കൂടുവാണെങ്കിൽ ഈ ഫ്രാക്ഷൻ്റെ പൈസയും കൂടും. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാകും. നമുക്കത് സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് എതീറിയം ആക്കാൻ പറ്റും. സ്വാപ്പിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എതീറിയം ആക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ. അപ്പോൾ വലിയൊരു റിവാർഡൊന്നും കിട്ടിയില്ല. $2 ഒരു റിവാർഡാണ്. $1000 എന്നൊക്കെ പറഞ്ഞെങ്കിലും $2 ഒരു റിവാർഡാണ് നമുക്ക് കിട്ടിയത്. അതും പോളിഗൺ ചെയിനിലാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയത്. എതീറിയത്തിലല്ല, പോളിഗൺ വഴിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് സ്വാപ്പ് ചെയ്യണമെങ്കിലും പോളിഗണിലേക്കാണ് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയത്. $2.41 സംഭവമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നിങ്ങൾക്കും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ക്ലെയിം ചെയ്യാം.